ആലപ്പുഴ തോട്ടപ്പള്ളി ഖനനത്തിനെതിരായ ഹർജിയും പന്തീരങ്കാവ് കേസിൽ പ്രതിയുടെ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. തോട്ടപ്പള്ളി തീരദേശ മേഖലയിലെ അനധികൃത ഖനനത്തിനെതിരെ അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് ഹർജി നൽകിയത്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാലും പരാതിക്കാരിയും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കേസുകളാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഒന്ന്, തോട്ടപ്പള്ളി തീരദേശ മേഖലയിലെ ഖനനം, അതിനെതിരെ അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് പരാതി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് പന്തീരങ്കാവ് കേസാണ്, ഗാർഹിക പീഡന കേസാണ്. ഈ രണ്ട് കേസും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി തീരത്തും അവിടുത്തെ സ്പിൽവേയിൽ നിന്നും കരിമണൽ വ്യാപകമായി ഇപ്പോൾ ഖനനം ചെയ്യുന്നുണ്ട്. ഇതിനെതിരെയാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ തീരമേഖലയിൽ നിന്നും അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നുമുള്ള അനധികൃത മണൽ ഖനനം നിർത്തണം എന്നത്, അത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. നമുക്കറിയാം CMRL കരിമണൽ എത്തുന്നത് ഇവിടെ നിന്നും ഖനനം ചെയ്യുന്ന അതേ മണൽ തന്നെയാണ് എത്തുന്നത്. ആ ഒരു സാഹചര്യം, അതിൽ വലിയ അഴിമതി ഉണ്ടെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മഹാപ്രളയത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ ഇവിടെ നിന്നും മണൽ നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ മറവിൽ, അതിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞിരുന്നത് വിയ്യപുരത്ത് നിന്നും, അതായത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും 10 കിലോമീറ്റർ കിഴക്കോട്ട് മാറി വിയ്യപുരത്ത് നിന്നും ഇങ്ങോട്ട് ആറ്റിലും മറ്റും അഴിഞ്ഞിരിക്കുന്ന മണൽ നീക്കം ചെയ്യണം. എന്നാൽ മാത്രമേ വെള്ളം പ്രളയജലത്തിന് സുഗമമായി കടലിലേക്ക് ഒഴുകി മാറാൻ സാധിക്കൂ എന്നതായിരുന്നു ആ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖനനത്തിന് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഈ നദിയിൽ നിന്നുള്ള ഖനനം പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് കരിമണൽ മാത്രം ഖനനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2004-ൽ പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടിയിൽ ചർച്ചയ്ക്ക് വരികയും ആലപ്പുഴ ജില്ലയിൽ പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ സംയുക്ത മേഖലയിലോ കരിമണൽ ഖനനം പാടില്ല എന്ന ഒരു തീരുമാനമായിരുന്നു സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നത്. പിന്നീട് പാർട്ടി കമ്മിറ്റിയിൽ ഒരു തിരുത്തും അതിൽ ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ വീണ്ടും ഖനനം ആരംഭിച്ചത്. ഇത് തോട്ടപ്പള്ളിയിൽ നിന്നും അതോടൊപ്പം തന്നെ ആറാട്ടുപുഴ വലിയഴീക്കൽ ഭാഗത്തു നിന്നും ഖനനം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കരിമണൽ ഖനനം ചെയ്യുന്നത് തീരത്തിന് വലിയ ഭീഷണിയാണെന്ന് അവിടുത്തെ തീരവാസികളെല്ലാം തന്നെ ഉന്നയിക്കുകയും ദീർഘനാളായി അവിടെ പ്രതിഷേധ സമരങ്ങൾ നടന്നു വരികയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു ഹർജി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നൽകുന്നത്. അതിൽ എന്ത് സമീപനമാവും കോടതി സ്വീകരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് മറ്റൊരു പ്രധാന കേസും ഹൈക്കോടതിയിൽ പരിഗണനയ്ക്ക് വരുന്നത്. അത് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസാണ്. ഇതിൽ ഈ കേസ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതിലെ പ്രതിയായ രാഹുൽ പി ഗോപാൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് പരാതിക്കാരിയും അതോടൊപ്പം തന്നെ പ്രതിയായ രാഹുൽ പി ഗോപാലും ഇന്ന് കോടതിയിൽ ഹാജരാവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസിൻ്റെ സമീപനം, രാഹുൽ കടുത്ത ലഹരിക്ക് അടിമയായ ഒരു വ്യക്തിയാണെന്നും അവിടെ ഗാർഹിക പീഡനം തന്നെയാണ് നടന്നിട്ടുള്ളതെന്നുമാണ്. എന്നാൽ ഇപ്പോൾ രാഹുലും പരാതിക്കാരിയും പറയുന്നത് ഇതൊരു സാധാരണ കുടുംബകലഹം മാത്രമാണ്, അതുകൊണ്ട് കേസ് റദ്ദ് ചെയ്യണമെന്നതാണ് ആവശ്യപ്പെടുന്നത്. ഇതും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കേസുകളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. വിനോദ്.